ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നിരവധി കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്തിരുന്നു. വെറുതെ ഒരു ദിവസം രാവിലെ നമ്മുടെ അംബേദ്കർ അങ്ങനെ ഇരുന്ന് ഗണം കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നം വെച്ച് കുറച്ച് പേപ്പർ എഴുതി അങ്ങനെ ഭരണഘടന ആയതൊന്നുമല്ല. 100-200 ദിവസം നിരവധി ആളുകൾ, കേരളത്തിൽ നിന്ന് പി എസ് നടരാജപിള്ള അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു. നിരവധി ആളുകൾ, ഭരണഘടനാ വിദഗ്ധരായിട്ടുള്ളവർ, ലോകത്തിലെ ഭരണഘടനാ വിദഗ്ധരായിട്ടുള്ളവർ, ലോകത്തിലെ വിവിധ ഭരണഘടനകൾ, ഇതെല്ലാം റെഫർ ചെയ്തും ഭരണഘടനാ വിദഗ്ധരോട് സംസാരിച്ച് ഡിബേറ്റ് ചെയ്താണ് ഭരണഘടന ഉണ്ടാക്കിയത്. ആ പ്രോസസ്സ് വളരെ വലിയ പ്രോസസ്സായിരുന്നു. ഇതിൻ്റെ ചെയർമാൻ അംബേദ്കറൊക്കെ തന്നെയായിരുന്നു. അതിനകത്ത് പശുവിനെ കൊല്ലുന്നത് നിരോധിക്കണോ വേണ്ടോ, ഗോവധം വേണോ വേണ്ടോ എന്നുള്ളത് വലിയ ചർച്ചയായിരുന്നു. അവസാനം പറഞ്ഞത് സംസ്ഥാനങ്ങൾക്ക് വിടാം എന്ന് പറഞ്ഞൊരു നിർദ്ദേശ തത്വത്തിലൊക്കെ കയറ്റി സംസ്ഥാനങ്ങൾക്ക് അത് വിട്ടു. അല്ലാതെ രാജ്യത്താകമാനം അത് കൊണ്ടുവന്നില്ല. അതുപോലെ വന്നൊരു കേസാണ് യൂണിഫോം സിവിൽ കോഡ് വേണോ വേണ്ടേ എന്നുള്ളതാണ്. പക്ഷേ ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ ചർച്ച നടക്കുമ്പോൾ എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് വേണം എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഈ യൂണിഫോം സിവിൽ കോഡ് എല്ലാവരും പറയും UCC യൂണിഫോം സിവിൽ കോഡ്. എന്താണ് യൂണിഫോം സിവിൽ കോഡ്? ഏകീകൃതമായ സിവിൽ നിയമം, ഇതാണ് പ്രധാനം. അപ്പോൾ ഏകീകൃതമല്ലേ ഇപ്പോഴത്തെ സിവിൽ നിയമം? വേറെ ഏതെങ്കിലും നിയമം ഏകീകൃതമാണോ? രാജ്യത്ത് 2 തരത്തിലുള്ള നിയമങ്ങളാണുള്ളത്. ഒന്ന് സിവിൽ കോടതികളും, രണ്ടാമത് ക്രിമിനൽ കോടതികളും. പിന്നെ കുടുംബ കോടതി അതൊക്കെ വേറെ പശ്ചാത്തലം. ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാൽ കൊല്ലുക, വെട്ടുക, അടിക്കുക, തീവ്രവാദം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മനുഷ്യനെയോ ജീവനും സ്വത്തിനും മനുഷ്യരെയൊക്കെ ഉപദ്രവിക്കുന്ന അത്തരം കാര്യങ്ങളെല്ലാം ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളാണ്. അത് CRPC, ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത എന്ന് മാറ്റിയിട്ടുണ്ട്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, IPC എന്നൊക്കെ പറഞ്ഞ്, ഇന്ത്യൻ പീനൽ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ് ക്രിമിനൽ വക്കീലും ക്രിമിനൽ കേസെല്ലാം. പിന്നെ സിവിൽ കേസുണ്ട്. വസ്തുതർക്കങ്ങൾ, പ്രമാണത്തിൻ്റെ വിഷയങ്ങൾ, പിന്നെ മാരേജ് ആക്ട്, പിന്നെ ഈ ഷെയറിങ്, വസ്തുക്കൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ, സ്വത്തുക്കൾ കൊടുക്കുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിവിൽ കേസായിട്ടാണ് പറയുന്നത്. അപ്പോൾ സിവിൽ സൂട്ട് കൊടുക്കുക, സിവിൽ കേസ് പറയുന്ന വക്കീലന്മാരൊക്കെയാണ്. അങ്ങനെയാണ് അതിലൊരു പാറ്റേൺ. ഈ സിവിൽ കോഡിൽ അല്ലെങ്കിൽ സിവിൽ നിയമത്തിൽ രാജ്യത്ത് 3 തരത്തിലുള്ള സിവിൽ നിയമമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 3 അല്ല, 30 എണ്ണം ഉണ്ടെന്ന് പറയാം. എന്നാലും പ്രധാനമായും ഒന്ന് മുസ്ലിം പേഴ്സണൽ ലാ, മുസ്ലിം വ്യക്തി നിയമം, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അവരുടെ ഈ തലാക്ക് ചൊല്ലാം, മുത്തലാക്ക് ചൊല്ലാം, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ത്രീധനം അടക്കമുള്ള കാര്യത്തിൽ ഒരുപാട് വ്യത്യസ്തമാണ്. പുരുഷന്മാർ സ്ത്രീകൾക്ക് പൈസ കൊടുക്കണം കല്യാണം കഴിക്കുന്നതിന് വേണമെങ്കിൽ, അങ്ങനെ ആചാരങ്ങളൊക്കെ വ്യത്യാസമാണ്. പിന്നെ വളരെ പെട്ടെന്ന് സ്ത്രീകളെ മൊഴി ചൊല്ലാനുള്ള വകുപ്പ് മുസ്ലിംസിൽ കിടപ്പുണ്ട്. ഇപ്പോൾ അത് എളുപ്പമല്ല. മുത്തലാഖ് നിയമം നിർത്തലാക്കി മോദി വന്നതിന് ശേഷം. എന്നാലും ഞാൻ പറയുന്നത് അങ്ങനെ കുറേ സൗകര്യങ്ങളുണ്ട്. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ക്രിസ്ത്യൻ സക്സഷൻ ആക്ട് എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ പിന്തുടർച്ച നിയമങ്ങളും ആക്റ്റുമാണ് ക്രിസ്ത്യാനികൾക്ക്. ഹിന്ദുവിനാണെങ്കിൽ ഹിന്ദുവിൻ്റെ സക്സഷൻ ആക്ട് ഉണ്ട്, ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പം ഡൈവോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹിന്ദു കുടുംബങ്ങളിൽ ഡൈവോഴ്സ് ചെയ്യുക വലിയ പ്രോസസ്സാണ്. അത്രയും വലിയ പ്രോസസ്സ് ഇല്ല ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്ക് ഒട്ടും പ്രോസസ്സ് ഇല്ല. ഇപ്പോൾ വിചാരിച്ച ഗുജറാത്ത് അടക്കമുള്ള 2 സംസ്ഥാനങ്ങളിൽ ഈ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. RSSനെ സംബന്ധിച്ചിടത്തോളം RSS 2-3 കാര്യങ്ങൾ ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാശ്മീരിൻ്റെ 370 വകുപ്പ് എടുത്ത് കളയും, പ്രത്യേക പദവി എടുത്ത് കളഞ്ഞ് കാശ്മീരിനെ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റാക്കി മാറ്റും. അവർ അധികാരത്തിൽ വന്നു, അത് ചെയ്തു. വലിയ വിവാദവും തർക്കമൊക്കെ വന്നു, പക്ഷേ എങ്കിലും അത് ചെയ്തു. രണ്ടാമതൊരു വിഷയം വന്നത് ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം പണിയും, അത് ഏത് രൂപത്തിലായാലും പണിയും എന്ന് പറഞ്ഞ് അവസാനം അത് കോടതിയുടെ രൂപത്തിൽ കിട്ടി, രാമക്ഷേത്രം പണിതു. അതുപോലെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരും. കേന്ദ്ര ഗവൺമെൻറ് അതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിന് 3-2 ഭൂരിപക്ഷം വേണം. നേരത്തെ വിമൻസ് ബില്ല് പാസ്സായില്ല. അതുപോലെ കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. അതിനിടയിലാണ് വിവിധ സ്റ്റേറ്റുകൾ അവരുടെ കപ്പാസിറ്റിക്കകത്ത് നിന്നുകൊണ്ടുള്ള അവിടെ മാറ്റാൻ പറ്റുന്ന സിവിൽ നിയമങ്ങളൊക്കെ മാറ്റി ഒറ്റ സിവിൽ നിയമമാക്കുകയാണ്. അവരുടെ പർവിയിൽ പറ്റുന്ന, സ്റ്റേറ്റിൻ്റെ പർവിയിലുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക്. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആസാമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ചെയ്ത സംസ്ഥാനം. കഴിഞ്ഞ ഇന്നലെ ആസാം അത് ചെയ്തു. പക്ഷേ ആസാമിൻ്റെ മറ്റൊരു പ്രത്യേകത, ആസാം മാത്രമല്ല, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ തുടങ്ങിയിട്ടുള്ള ആ ഒരു ബെൽറ്റ് സ്ഥലമുണ്ട്. അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയപ്പെടുന്ന ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന വലിയൊരു ബെൽറ്റാണ്.
ചെറിയ നമ്പറല്ല അത്, കോടികളുണ്ട് ജനങ്ങൾ. അവർക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്, ഗോത്ര നിയമങ്ങളുണ്ട്, ആദിവാസി നിയമങ്ങളുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകുന്നതല്ല ചിലതൊക്കെ, എല്ലാം അങ്ങനെയല്ല. ചിലതൊക്കെ അങ്ങനെ ഭരണഘടന ഒരു വഴിക്ക് നടക്കും, അവർ വേറൊരു വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷേ രാജ്യവിരുദ്ധതയില്ല, ദേശവിരുദ്ധ കാര്യങ്ങളില്ല, പിന്നെ ഭരണഘടനയെ അവർ അവഹേളിക്കുന്നില്ല, അതൊന്നുമില്ല. പക്ഷെ അവർക്ക് അവരുടേതായ ചില ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കാര്യത്തിലും അവരുടേതായ കസ്റ്റംസ് പ്രാക്ടീസ് ഉണ്ട്, അവരുടെ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, കസ്റ്റംസ് ഉണ്ട്, അതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അതൊക്കെയാണ് പലപ്പോഴും അവർക്ക് നിയമങ്ങൾ. കാരണം ഈ ഗ്രാമത്തലവനൊക്കെ ഉണ്ട് പല ഗ്രാമങ്ങളിലും, നിയമമൊക്കെ അവരായിരിക്കും പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതുപോലൊരു വൈവിധ്യമാണ്, ഇന്ത്യയുടെ ഒരു വൈവിധ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ ആ ഗോത്രവർഗ്ഗക്കാർക്ക് ഇപ്രാവശ്യം ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിലാണ് ആസാമിൽ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ 3 സ്റ്റേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഗുജറാത്തിൽ തുടങ്ങി ആസാമിലെത്തുമ്പോൾ 3 സ്റ്റേറ്റ് ആയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമാണ്. പക്ഷെ 3/2 ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് അവർ കൊണ്ടുവന്നാൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ അവരുടെ സ്റ്റേറ്റിൻ്റെ പരിമിതിക്കകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങൾ ഏകീകരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയൊക്കെ ഹിന്ദുക്കളുടെ എല്ലാ നിയമങ്ങളും ഒറ്റ സെറ്റായി ഒരു നിയമമാക്കി കൊണ്ടുവന്നുകൊണ്ടുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് നിയമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേതാണ്. അത് എളുപ്പമല്ല, അതിന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. അതിൽ പക്ഷേ അവർക്ക് 3/2 ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വരും എന്ന് തന്നെ പറയുന്നു. പക്ഷേ എൻ്റെ വീണ്ടും ഒരു സംശയം, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നതിനകത്ത് കിടന്നൊരു ബലം പിടിക്കണോ, അതോ മുസ്ലിം പേഴ്സണൽ ലാ റിഫോംസ് കൊണ്ടുവരിക, ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശ റിഫോംസ് കൊണ്ടുവരിക, ഹിന്ദു ആക്റ്റിലും റിഫോംസ് കൊണ്ടുവന്നാൽ മതിയോ, അതോ ഇതെല്ലാം കൂടി ഒറ്റ ചരടിൽ കൊരുക്കണോ എന്നുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും വരട്ടെ. നമുക്കിപ്പോൾ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കും എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റും BJP ഒക്കെ പറയുന്നത്. പക്ഷേ BJPക്ക് അത് എടുത്ത് നടപ്പിലാക്കാനുള്ള ഭൂരിപക്ഷം ഇപ്പോൾ കേന്ദ്രത്തിലില്ല. അതുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മാമനുമൊക്കെ ബിശ്വന്ത് മാമ, നമ്മുടെ ആസാമിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇത് ചെയ്തു. ഇനി സുവേന്ദു അധികാരി അവിടെ ഇതെന്തെങ്കിലും ഇത് ചെയ്യുമെന്നറിയില്ല. ബംഗാളിൽ അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട്, പിന്നെ UP, അങ്ങനെ പല സ്ഥലങ്ങളിലും ഇത് ചെയ്യുമോ എന്നറിയില്ല. എന്തായാലും വ്യാപകമായി അങ്ങനെ വരുന്നില്ല. പക്ഷേ തെന്നിയും തെറിച്ചും ഓരോ സ്റ്റേറ്റുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് കഴിഞ്ഞു, അത് കഴിഞ്ഞിപ്പോൾ ആസാം കൂടി അതിനകത്ത് വന്നിട്ടുണ്ട്, മറ്റൊരു സ്റ്റേറ്റ് കൂടെ വന്നു. അപ്പോൾ ഇത് കുറേശ്ശെ വിവിധ സ്റ്റേറ്റുകളിൽ വരികയാണ്. അപ്പോഴും സെൻട്രൽ നിയമങ്ങൾ കുറേ കൂടി നിൽപ്പുണ്ട്. അതിനി മാറുമോ, എന്ന് മാറും, എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഒരു വിഷയം എന്നുള്ളത് ഇനിയും കൂടുതൽ കൂലങ്കഷമായി തന്നെ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്.